നമസ്കാരം. പാസ്റ്റർ ദുരൈ നൽകിയ വളരെ ആഴത്തിലുള്ളൊരു ദൈവശാസ്ത്ര സന്ദേശമാണ് നമ്മൾ ഇന്ന് ഈ പഠനത്തിലൂടെ പരിശോധിക്കാൻ പോകുന്നത്. വിശ്വാസത്തിലൂടെ എങ്ങനെ വിജയകരമായൊരു ജീവിതം നയിക്കാം എന്നതിനെക്കുറിച്ചാണ് അദ്ദേഹം സംസാരിക്കുന്നത്. അപ്പോൾ അധികം സമയം കളയാതെ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം, അല്ലേ? പ്രഭാഷണത്തിന്റെ തുടക്കം തന്നെ നമ്മെ ഇരുത്തി ചിന്തിപ്പിക്കുന്ന ഒരു വലിയ ചോദ്യത്തോടെയാണ്. ഒന്ന് ആലോചിച്ചു നോക്കൂ, നിങ്ങളുടെ ആത്മീയ സൽപ്പേര് എന്താണ്? സ്വർഗവും നരകവും എന്തിന്? നിങ്ങൾക്ക് ചുറ്റുമുള്ള മനുഷ്യർ പോലും നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് ശരിക്കും എന്തായിരിക്കും കേൾക്കുന്നത്? വളരെ ഗൗരവമുള്ളൊരു ചോദ്യമാണത്. ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടി പോകുമ്പോൾ ദാനിയേലിന്റെ പുസ്തകത്തിൽ നിന്നുള്ള വളരെ ശക്തമായ ഈയൊരു ഉദ്ധരണി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ദാനിയേലിന്റെ അസാധാരണമായ ആത്മീയ ചൈതന്യവും ജ്ഞാനവും ഒരു രാജാവ് എങ്ങനെയാണ് തിരിച്ചറിഞ്ഞതെന്നും അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിന്റെ ആത്മീയ സൽപ്പേര് എത്രത്തോളം വലുതായിരുന്നുവെന്നും ഇത് വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പ്രധാന ഭാഗത്തേക്ക് കടക്കാം. ദാനിയേലിന്റെ മാതൃക. ദാനിയേൽ എങ്ങനെയാണ് ആ ഒരു നിലവാരത്തിലെത്തിയത്? അദ്ദേഹത്തിന്റെ ചില അടിസ്ഥാന സ്വഭാവങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. ലോകത്താൽ കളങ്കപ്പെടാതിരിക്കുക, ജഡികമായ കാര്യങ്ങളിൽ ഏർപ്പെടാതിരിക്കുക, വിശ്വസ്തത പുലർത്തുക, പിന്നെ ഒറ്റ രാത്രി കൊണ്ടുള്ള ആ പ്രാർത്ഥനാ ജീവിതം. സത്യത്തിൽ ദാനിയേലിന്റെ കടുത്ത സമർപ്പണത്തിന്റെയും വിശ്വാസ്യതയുടെയും ഒരു ആകത്തുകയാണ് നാം ഇവിടെ കാണുന്നത്. ഇവിടെ പാസ്റ്റർ വളരെ വ്യക്തമായ, എന്നാൽ നമ്മൾ അധികം ശ്രദ്ധിക്കാത്തൊരു വ്യത്യാസം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഷദ്രക്, മേശക്, അബേദ്നേഗോ എന്നിവർ തീർച്ചയായും വിശ്വസ്തരായിരുന്നു, സംശയമില്ല. എന്നാൽ അവർ പൂമുഖത്തു നിന്നപ്പോൾ ദാനിയേൽ നിന്നത് നേരെ സിംഹാസനത്തിലാണ്. അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രാർത്ഥനയും വിശുദ്ധിയുമാണ് അദ്ദേഹത്തെ ആ ഒരു അധികാര സ്ഥാനത്തേക്ക് ഉയർത്തിയത് എന്ന് നമുക്ക് കാണാം. ഇനി നമുക്ക് രണ്ടാമത്തെ ഭാഗം നോക്കാം, അവിശ്വാസത്തിന്റെ കിണി. ദാനിയേൽ ഒരു മാതൃകയാണെങ്കിൽ സാധാരണ മനുഷ്യരെ പിന്നോട്ട് വലിക്കുന്നതെന്താണ്? അത് നമ്മുടെ അവിശ്വാസമാണ്. നോക്കൂ, പത്രോസിനെ ജയിലിൽ നിന്ന് മോചിപ്പിക്കാൻ വിശ്വാസികൾ വളരെ തീവ്രമായി പ്രാർത്ഥിക്കുന്നുണ്ട്. എന്നാൽ ദൈവം ആ അത്ഭുതം പ്രവർത്തിച്ച് പത്രോസ് വന്ന് വാതിൽക്കൽ മുട്ടുമ്പോഴോ അവർ വാതിൽ തുറക്കാൻ പോലും തയ്യാറാകുന്നില്ല. അത്ഭുതത്തിനായി നമ്മൾ പ്രാർത്ഥിക്കുമെങ്കിലും ദൈവം ഉത്തരം നൽകുമ്പോൾ അത് വിശ്വസിക്കാൻ മടിക്കുന്ന മനുഷ്യന്റെ ഒരു സാധാരണ പ്രകൃതമാണിത്. അപ്പോൾ ഇതിനൊരു പരിഹാരം വേണ്ടേ? അതാണ് മൂന്നാമത്തെ ഭാഗം, ജയിക്കുന്ന ജീവിതം. എന്താണ് ശരിക്കും ഈ ജയിക്കുന്ന ജീവിതം എന്ന് പറയുന്നത്? കേവലം കുർബാന കൊള്ളുന്നതോ സ്നാനമേൽക്കുന്നതോ പോലുള്ള പതിവ് ആചാരങ്ങൾ മാത്രമല്ല ഇത്. ലൗകികമായ ശ്രദ്ധാശൈഥില്യങ്ങൾ ഉപേക്ഷിച്ച് നമ്മുടെ വ്യക്തിപരമായ പോരായ്മകളെ കീഴടക്കി ജീവിക്കുന്ന തികച്ചും വിജയകരമായ ഒരവസ്ഥയാണിത്. ലൗകിക കാര്യങ്ങളോടുള്ള ആസക്തി പൂർണ്ണമായും ഉപേക്ഷിക്കുക എന്നതാണ് യഥാർത്ഥത്തിൽ ദൈവശാസ്ത്രം നമ്മളോട് ആവശ്യപ്പെടുന്നത്. ആ സിംഹാസനത്തിലേക്കുള്ള കൃത്യമായ വഴിത്താര ഇവിടെ വളരെ വ്യക്തമാണ്. ലൗകിക സമ്പത്തുപേക്ഷിക്കുക, സ്നാനവും പാനപാത്രവും സ്വീകരിക്കുക, വ്യക്തിപരമായ പാപങ്ങളെ കീഴടക്കുക, ഒടുവിൽ സിംഹാസനമേറ്റെടുക്കുക. ചുരുക്കത്തിൽ ആത്മീയ അധികാരത്തിലേക്കുള്ള ഈ യാത്രയിൽ ലൗകിക സുഖങ്ങൾ ഉപേക്ഷിക്കുക എന്നതാണ് ആദ്യത്തെ പടി. കപടവിശ്വാസികളെക്കുറിച്ച് പറയാൻ പാസ്റ്റർ വളരെ രസകരമായൊരു കഥ പറയുന്നുണ്ട്. മറ്റു മൃഗങ്ങൾക്കിടയിൽ ആരുമറിയാതെ ഒളിച്ചു ജീവിക്കാൻ വേണ്ടി നിറം കലക്കിയ ഒരു വലിയ പാത്രത്തിൽ വീണ് വേഷം മാറിയ ഒരു കുറുക്കന്റെ കഥയാണത്. കേൾക്കുമ്പോൾ തമാശയായി തോന്നാം, അല്ലേ? പക്ഷേ അവസാനം എന്ത് സംഭവിച്ചെന്നോ? മറ്റു കുറുക്കന്മാരെല്ലാം ഓരിയിടാൻ തുടങ്ങി. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഈ കുറുക്കനും അറിയാതെ ഓരിയിട്ടുപോയി. അതോടെ അതിന്റെ യഥാർത്ഥ നിറം പുറത്താവുകയും ചെയ്തു. നമ്മൾ പുറമേ കാണിക്കുന്ന ഇത്തരം മതപരമായ വേഷം കെട്ടലുകൾക്കൊന്നും നമ്മുടെ യഥാർത്ഥ ആന്തരിക സ്വഭാവത്തെ അധികകാലം മറച്ചുവെക്കാൻ കഴിയില്ലെന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഇത് നമ്മുടെ ദൈനംദിന ജീവിതവുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നെന്നറിയണ്ടേ? അതിനൊരു രസകരമായ അനുഭവമുണ്ട്. പുലർച്ചെ 2 മണിക്ക് സ്വന്തം വീട്ടിലെ പ്രിയപ്പെട്ട ഹോം തിയേറ്റർ TV വിൽക്കേണ്ടി വന്നതിന്റെ വലിയ സങ്കടത്തിൽ ഒരു വിശ്വാസിയായ സ്ത്രീ കരഞ്ഞുകൊണ്ട് പാസ്റ്ററെ വിളിക്കുന്നൊരു സംഭവമാണിത്. കേൾക്കുമ്പോൾ അതിശയം തോന്നാം, പക്ഷേ ലൗകിക വസ്തുക്കളോടുള്ള നമ്മുടെ ആസക്തി എത്രത്തോളം ഉണ്ടെന്നിത് കൃത്യമായി എടുത്തു കാണിക്കുന്നു. ഇനി നമുക്ക് അവസാന ഭാഗത്തേക്ക് വരാം, സിംഹാസനം ഏറ്റെടുക്കുക. മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ബൈബിളിലെ ഈ വാക്യം ശ്രദ്ധിക്കുക. നിങ്ങൾ സ്വയം ആ ഒരു വിശുദ്ധീകരണത്തിന് തയ്യാറാകുമ്പോൾ ജീവിതത്തിൽ അസാധ്യമെന്ന് നിങ്ങൾ ഇതുവരെ കരുതിയ പല വലിയ തടസ്സങ്ങളും നിഷ്പ്രയാസം മറികടക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാഗ്ദാനം. അതുപോലെ തന്നെ വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ വിശ്വസിക്കുന്നവന് എല്ലാം സാധ്യമാണ്. നോക്കൂ, അധികാരത്തിന്റെ വളരെ വലിയൊരു കൈമാറ്റമാണ് നാം ഇവിടെ കാണുന്നത്. ആ ഒരു ഉത്തമമായ ആത്മാവ് നിങ്ങളുണ്ടെങ്കിൽ ദൈവത്തിന് സാധ്യമായതെല്ലാം നിങ്ങൾക്കും സാധ്യമാകും എന്നാണ് ഈ പ്രഭാഷണം നമ്മോട് ഉറപ്പിച്ചു പറയുന്നത്. അത് വലിയൊരു കാര്യമല്ലേ? അപ്പോൾ അവസാനമായി വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ ജയിക്കുന്ന ഒരു ജീവിതം നയിക്കുകയാണോ? അതോ വെറുതെ ഒരു പേരിനു വേണ്ടി ജീവിക്കുകയാണോ? ദാനിയേലിനെപ്പോലെ ആ സിംഹാസനത്തിലേക്ക് ചുവടുവെക്കാൻ നിങ്ങൾ തയ്യാറാണോ?
ഈ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ ഈ പഠനം ഇവിടെ അവസാനിപ്പിക്കാം.